ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷിബിൻകാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ്. സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ അല്ലെങ്കിൽ അഭിമുഖങ്ങൾ ആരെയെങ്കിലും തോൽപ്പിക്കുവാനോ ഞാനാണ് ഏറ്റവും മികച്ചതെന്ന് കാണിക്കുവാനോ ഉള്ളതല്ല. മറിച്ച് പുതിയ അറിവുകൾ, പുതിയ വിജ്ഞാനങ്ങൾ നമ്മളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള അതിനുവേണ്ടിയുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീരെ അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായി മാത്രമാണ് ഇത്തരം സംവാദങ്ങളെ അല്ലെങ്കിൽ ചർച്ചകളെ അല്ലെങ്കിൽ അഭിമുഖങ്ങളെ കാണേണ്ടത്. അത്തരത്തിൽ ഒരുപാട് നാളായി ഒന്നിരിക്കണം, നേരിട്ടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഏറെ പ്രിയപ്പെട്ട രവി സാറാണ്. രവിചന്ദ്രൻ സി സാർ, വളരെ ഹൃദ്യമായ സ്വാഗതം. സാറിനെ കാണണം, സംസാരിക്കണം, സാറിൽ നിന്ന് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അറിയണം, അതിൽ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുറന്ന് സംവദിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ആ ദിവസം ഇന്നിങ്ങനെ വന്നെത്തി. സാറിനെ വെൽക്കം. തീർച്ചയായിട്ടും സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചു. സാർ എങ്ങനെയാണ് ഈ ഒരു ഏത്തിസ്റ്റ് എന്ന രീതിയിലേക്ക് സാർ പരിണമിക്കപ്പെടുന്നത്? എങ്ങനെയാണ്? ആരും ജനിക്കും തൊട്ടൊരു ഏത്തിസ്റ്റ് ആകുന്നില്ല. എല്ലാവരും ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിലായിരിക്കും ജനിക്കുന്നത്. സാറും അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ജനിച്ചത്? എല്ലാവരും ജനിക്കുമ്പോൾ എത്തിസ്റ്റ് ആണ്. Basically, തിരിച്ചാണ്. You are born atheist, then this program is installed by customs, rituals. It's an imposition. Religion is an imposition. Atheism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണ്. അതിനെ നിങ്ങൾ ഇല്ലാതാക്കിയിട്ട് വേറെ രീതി പരിചയപ്പെടുത്താണ്. നിങ്ങളൊരു ജൂത കുടുംബത്തിൽ ജനിച്ചാൽ ജൂത സാഹിത്യമായിട്ട് നിങ്ങൾ അനുരാഗത്തിലാവും. ഹിന്ദു ആണെങ്കിൽ അങ്ങനെ പോകും. എവിടെ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൊണ്ടിടുന്നോ ആ രീതിയിൽ നിങ്ങൾ പരിചയപ്പെട്ടു വരും. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ അതല്ലായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. സോ എപ്പോഴാണ് എത്തിസ്റ്റ് ആയത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ സമയം തൊട്ടേ നമ്മൾ എത്തിസ്റ്റ് ആണ്. പിന്നെ എങ്ങനെ റിക്കവർ ചെയ്യുന്നായിരുന്നു ചോദ്യം വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. രോഗവിമുക്തി എങ്ങനെയെന്നുള്ള അത്. അപ്പം രോഗമാണോ ദൈവവിശ്വാസം എന്ന് പറയുന്നത്? രോഗമാണോ? തീർച്ചയായും രോഗം എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് ദാറ്റ് രോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാരക രോഗങ്ങളാണ് നമുക്ക് പിടിപെടുന്നെങ്കിൽ നമ്മൾ മരണപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പം ഈ ദൈവവിശ്വാസം കൂടിപ്പോയാൽ നമുക്ക് മരണം സംഭവിക്കുന്നതാണോ? അതായത് ഈ രോഗം എന്ന് പറയുമ്പോൾ ക്യാൻസർ ഒരു രോഗമാണ്, അരിമ്പാറ ഒരു രോഗമാണ്, പിന്നെ മന്ത് രോഗമാണ്, പാട് രോഗമാണ്, സ്കിൻ ഡിസീസ്, ജലദോഷം പോലും രോഗമാണ്, ചൊറിച്ചിൽ. രോഗം എന്ന് പറയുന്നത് ഒരു ബീയിങ്ങിന്റെ അതിന്റെ വെൽബീയിങ്ങിനെയും അതിന്റെ മുന്നേറ്റത്തെയും തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥ എന്നുള്ളതാണ് രോഗം. മതം അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യരാശി മൊത്തത്തിലും മനുഷ്യനെ മൊത്തത്തിലും ഒരുപാട് പരിമിതപ്പെടുത്തുകയും അവനെ ഒരുപാട് ഒരു കുടിസ് ലോക വീക്ഷണത്തിലേക്ക് എത്തിക്കും. അത് ശരിക്കും ലിമിറ്റിംഗ് അവർ പൊട്ടൻഷ്യൽ. സോ ദാറ്റ് മീൻസ് എ കൈൻഡ് ഓഫ് എന്താണ് രോഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. രോഗം ഇൻ ദ സെൻസ് ദാറ്റ് നോട്ട് ക്യാൻസർ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ആ ഒരു മെക്കാനിസത്തിന്റെ. പക്ഷെ എന്നാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ സാർ? രോഗം എന്ന് പറയുമ്പോൾ മതം എന്ന് പറയുന്നത് ഒരു രോഗമാണോ? മതം അത് ഓരോ വ്യക്തികൾ രോഗമാണോ എന്ന് ചോദിച്ചാലേ അല്ല, ബഹുജനം പലവിധമാണല്ലോ. ചിലർ മതത്തിൽ വിശ്വസിക്കുന്നു, കുറച്ചു പേർ മതം ഇല്ലാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ മതം ഇല്ലാതെ മുന്നോട്ട് പോകുന്നവർ മാത്രമാണ് ശരിയെന്നൊരു വാദം പോലെയാണ് സാർ ഈ രോഗം എന്ന് പറയുമ്പോൾ. ഇല്ല, അങ്ങനെ ശരിയല്ല. അടിച്ചേൽപ്പിക്കുന്നത് പോലത്തെ ഒരു ഇല്ല. രോഗം എന്നുള്ളത് കൊണ്ട് ശരി തെറ്റുകൾ അവിടെ ഇപ്പോൾ മൂക്കടപ്പുള്ളവരുണ്ട്. മൂക്കടപ്പുള്ളവരെല്ലാം മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവരെല്ലാം തെറ്റാണെന്നോ എന്നൊരർത്ഥമല്ലോ. അവർക്ക് അങ്ങനെ അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അതേ ഉള്ളൂ. ഇപ്പോ ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ റിലീജിയനെ കുറിച്ച് ചൈൽഡ്ഹുഡ് ന്യൂറോസിസ് എന്നാണ്. അതായത് ശൈശവത്തിലുണ്ടാകുന്ന ഒരു മാനസിക അപഭ്രംശം. ഇപ്പൊ ലൈക്ക് നമ്മള് ബിങ്കറിസം എന്നാണ് പുള്ളിയാൻ പറയുന്നത്. നമ്മൾ ടോയ്സുമായിട്ട് സംസാരിക്കുന്ന മനുഷ്യൻ. ഹാരി പോട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രങ്ങളുമായിട്ട് അതിനെ അഗാധമായ ഒരു അനുരാഗത്തിലെത്തി അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ അദൃശ്യ ശക്തികളോടും അഭവമായിട്ടുള്ള ശക്തികളോടും ഒക്കെ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുക, എന്നിട്ട് അത് ഉണ്ട് എന്നുള്ള രീതിയിൽ ജീവിക്കുകയാണ്. സോ യു ക്രിയേറ്റ് എ പാരലൽ വേൾഡ് ഫോർ യുവർ സെൽഫ്. കുട്ടികളെ സംബന്ധിച്ച് അത് പാരലൽ വേൾഡ് ആണെന്ന് പറയാൻ കഴിയില്ല. അവർക്ക് ഈവൻ ഇറ്റ് ക്യാൻ ബി എ റിയൽ വേൾഡ്. അവർക്ക് മറ്റ് വേൾഡ്, നമ്മൾ അറിയുന്ന ലോകം അവർക്ക് അറിയില്ല. അപ്പോൾ ആ ലോകത്ത് അവർ ഓക്കെയാണ്. അപ്പം ഇതേപോലെ ഒരു പാരലൽ വേൾഡാണ് ഈ അഡൽട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് റിലീജിയൻ എന്നാണ് പുള്ളി പറഞ്ഞത്.